ഏട്ടാ എടി എന്ത് ഒരു കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞെന്ന്. ഓടിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കോടി. ഓ അപ്പൊ മുറിവൊന്നുമില്ല, അപ്പൊ ചതവാണ്, ഇടിച്ച് ചതച്ച്. ആരളിയാ ചെയ്തത്? എന്തൊന്ന് പറയട്ടെ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് വെറുതെ ആവശ്യമില്ല വീട്ടുകാരെ പഠിപ്പിക്കാനായിട്ട്. ഒന്നുമില്ല. ഏയ് കഷ്ടമാണ് കേട്ടാ നിന്റെയൊക്കെ കാര്യം. പാർട്ടിയിലെ അണിയെന്നും പറഞ്ഞ് കൊണ്ട് നടക്കണുണ്ടല്ലോ, എന്നിട്ട് നേരെ അവനെ കൊണ്ട് ഇങ്ങ് വന്നേക്കണ്. അന്തസ്സായിട്ട് ചെന്ന് ചോദിക്കണമായിരുന്നു അവന്റെ മുഖത്ത് നോക്കിയിട്ട്. നിന്നെ കൊണ്ട് അത് പറ്റൂലെന്ന് എനിക്കറിയാം. പേടി, അയാളുടെ പണക്കാരനായിരിക്കും, പേടിച്ചിട്ട് അവൻ പോയില്ല. എടാ നീ എന്തറിഞ്ഞിട്ട് പറയണത്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞോ പൊട്ടായി. ഓ കൊള്ളാം. ഡേ എവിടെയാണ് പറ, സ്ഥലം പറ, അഡ്രസ് പറ. ഡേ നീ ഒന്ന് നിർത്ത്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അവൻ എന്ത് സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ നിൽക്കോടാ? ഓ അത് ശരി. അപ്പൊ ഇവനിപ്പോ ഒന്നും സംഭവിച്ചില്ല. ഇനി അവനെ ഇടിച്ച് തറയെ കിടത്തി റീത്തും കൂടെ വെച്ചാലേ നിങ്ങൾ പാർട്ടിക്കാർ പ്രതികരിക്കുള്ളൂ അല്ലേ? അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങളെ പാർട്ടിയുടെ അണിയിലെ ദേഹത്ത് ഒന്ന് തൊട്ടാൽ മതി, ഞങ്ങൾ അപ്പൊ പ്രതികരിക്കും. പറയളിയാ, നീ അഡ്രസ് പറ. അല്ലെ ചുമ്മാ അതിനു വേണ്ടി ഒന്നും ഇല്ല ഇവിടെ. ഒരു കാര്യം ഊതുപിടിപ്പിക്കല്ലേ ഞാൻ ചെയ്യാം. ഒന്നുമില്ല. നമ്മളെ ഇവിടെ അങ്ങോട്ട് അനശ്വര റോഡില്ലേ, അനശ്വര നഗർ, അതിന് ഓപ്പോസിറ്റ് ചിത്ര നഗറില്ലേ, അവിടെ രണ്ടാമരിക്കുന്നത് മലേശ്വരം രണ്ടാമരിക്കുന്ന വീട്. ഓ ഞാനും അവിടെ നിന്ന് വന്ന് ഓരോരുത്തർ ഓരോ സെക്ഷനല്ലേ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് വാണിംഗ് തന്നെയല്ലേ, പിന്നെ എന്താ നിങ്ങൾ പൈസ അടയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫീസ് വരാൻ കയറി. ഫീസ് വരാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ രണ്ടോടെ അച്ഛനും മോനോട് ഒന്ന് പിടിച്ച് മാറ്റി പ്രശ്നമായി. ചെറിയൊരു ഒന്നും തള്ളും മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അറിഞ്ഞപ്പോ തന്നെ ഓടിയെത്തി. നമ്മളൊക്കെ ഓടി വന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. സംഭവത്തിനേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇല്ലടാ ഞാൻ പോയിട്ട് ചൂടല്ലേ എത്തി, വെള്ളം കുടിച്ച് മോര് കുടിച്ചിട്ട് മോരോട്. നീ പേടിക്കാതെ, അങ്ങനെ ഒന്നും ഇല്ലാന്നേ. നമ്മൾ പിന്നെന്താ നോക്കാതെ അഡ്മിറ്റ് ചെയ്യാൻ പോണ. ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നെ പോലെ പ്രമുഖനായ ഒരാളിന്റെ അളിയനാണ്. അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഏവനായാലും പിടിച്ച് രണ്ടെണ്ണം ഞാൻ ഇന്ന് പൊട്ടിക്കും. കാരണം ഇത് ഇന്നൊരുത്ത് ആവർത്തിച്ചാൽ നാളെ വേറത്തെ ആവർത്തിക്കില്ലേ. അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളണം. വെള്ളരിക്കപ്പെടണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാന്യമായിട്ട് അവന്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതാണ് ചോദിക്കാൻ പറയുന്ന ആളില്ലെന്നാണ് ഇവന്റെ വിചാരം. പിന്നെ അളിയാ വേറൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ നമ്മളിപ്പോ ഇടപെട്ടാലുണ്ടല്ലോ, കനക ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർട്ടിയിൽ കയറും. അറിയാമോ? അല്ല എന്റെ ഒരു എന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ പാർട്ടിയുടെ വിലയും കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്. മറ്റേ കമ്പളിക്കുട്ട ഉണ്ടോ അവന്റെ കൂടെ? അവനിപ്പോ മനസ്സിലായി കമ്പളിക്കുട്ട ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. നിങ്ങൾ വാ വീണോ.